ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ എന്തായിരുന്നു പഠിച്ചത്? അതെ, മെത്തേഡ്സ് ഫോർ വാലുവേഷൻ ഓഫ് ഗുഡ് വില്ലാണ് അല്ലേ? നിങ്ങൾക്കറിയാമോ ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ഗുഡ് വിൽ വാലുവേഷൻ ചെയ്യാമെന്ന്, ഏതൊക്കെ മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യാമെന്ന്? 3 മെത്തേഡിൽ നമ്മൾ ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഏതൊക്കെയായിരുന്നു? ആവറേജ് മെത്തേഡിൽ നമുക്ക് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് നമുക്ക് വാല്യൂ ചെയ്യാം, പിന്നെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡിൽ നമുക്ക് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് ആദ്യം കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉപയോഗിച്ചാണ് എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പം ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിനെ തന്നെ നമ്മൾ 2ആയി തരംതിരിച്ചു. ഏതൊക്കെയായിരുന്നു? സിമ്പിൾ ആവറേജ് മെത്തേഡുമുണ്ട്, വെയ്റ്റഡ് ആവറേജ് മെത്തേഡുമുണ്ട്. ആ 2 മെത്തേഡും ഉപയോഗിച്ച് നമ്മൾ ഓരോ പ്രോബ്ലങ്ങളും നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കി. അതുപയോഗിച്ച് എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാമെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇന്നിനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിനെ പറ്റിയാണ്. നിങ്ങൾ വളരെ കേട്ടുള്ളൊരു കാര്യമായിരിക്കാം, എന്താണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്? നോക്കിയേ, സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ആക്ച്വൽ പ്രോഫിറ്റ് ഓവർ ദ നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടും ഒരേ രീതിയിൽ പ്രവർത്തിക്കുന്ന, അതായത് സെയിം ബിസിനസ് സ്ഥാപനങ്ങൾ കാണും. ഒരേ പ്രവർത്തന മേഖലകളുള്ള പല ബിസിനസ് സ്ഥാപനങ്ങൾ നമുക്ക് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ട്. കമ്പാരേറ്റീവ്ലി ചില ബിസിനസ് സ്ഥാപനങ്ങൾ മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്തെന്ന് വരാം. മനസ്സിലായോ? കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്തെന്ന് വരാം. അത്തരത്തിൽ അധികമായി ഏൺ ചെയ്യുന്ന മറ്റുള്ള ബിസിനസ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് ചില സ്ഥാപനങ്ങൾ അധികമായി പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് മനസ്സിലായല്ലോ? ചില ബിസിനസ് സ്ഥാപനങ്ങൾ ഒരേ രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരുപാട് ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്. അവയിൽ ചില ബിസിനസ് സ്ഥാപനങ്ങൾ മറ്റുള്ള സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യും. അപ്പം ആ എക്സസൈസ് വരുന്ന ആ പ്രോഫിറ്റിനെയാണ്, അധികത്തിൽ അവർ ഏൺ ചെയ്യുന്ന ആ പ്രോഫിറ്റിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത്തരത്തിൽ സൂപ്പർ പ്രോഫിറ്റ് ഉള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ നമുക്ക് ഈ മെത്തേഡ് ഉപയോഗിച്ച് ഗുഡ് വില്ല് വാല്യൂ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്മൾ എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യും? അപ്പം അങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യണമെങ്കിൽ ഇവിടെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കണം. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, പിന്നീട് നമ്മൾ നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം, പിന്നെ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഈ മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യൂ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അപ്പം ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കും? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് എങ്ങനെ ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ പ്രോഫിറ്റ് ഫോർ ദ പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് അല്ലേ, കഴിഞ്ഞ കുറേ വർഷങ്ങളിലെ പ്രോഫിറ്റ് നമ്മൾ കൂട്ടിയെടുക്കും. അതിനെ നമ്പർ ഓഫ് ഇയേഴ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ലഭിക്കുന്നു. ഓക്കെ, അടുത്തത് നോർമൽ പ്രോഫിറ്റ് ആണ്. നോർമൽ പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. ക്യാപിറ്റൽ എംപ്ലോയിഡ് മീൻസ് ക്യാപിറ്റൽ ഇൻവെസ്റ്റഡ് ആണ്. അവർ ചെയ്ത ക്യാപിറ്റൽ ഇൻവെസ്റ്റ് അത് ഇൻറ്റു നോർമൽ റേറ്റ്, നമ്മുടെ ക്വസ്റ്റ്യൻ തരും നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ് നമുക്ക് നോർമൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് ആണ്. സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ ഈ ആവറേജ് പ്രോഫിറ്റും വേണം, നോർമൽ പ്രോഫിറ്റും വേണം. നോക്കിയേ, ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ് എന്ത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് ആണ് നമ്മൾ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നത്. ഈ മെത്തേഡിൽ ഗുഡ് വില്ല് കണ്ടുപിടിക്കണമെങ്കിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. ഓക്കെ, എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ് ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നതിനുള്ള ഇക്വേഷൻ. അപ്പം ഞാൻ ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്.
എന്താണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു? എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആണ് അല്ലേ? എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? സൂപ്പർ പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഓവർ നോർമൽ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ആണ് സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അതിൻ്റെ ഇക്വേഷനാണ്. എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാം? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെ ഗുഡ് വിൽ വാല്യൂ ചെയ്യാമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഇക്വേഷൻ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് ആണ്. ഓക്കെ, അടുത്തത് നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാം? നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ടു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ആണ് എന്ത്? നോർമൽ റേറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്തത് സൂപ്പർ പ്രോഫിറ്റ് ആണ്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. എങ്ങനെ? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ് എന്ത്? സൂപ്പർ പ്രോഫിറ്റ്. ലാസ്റ്റ് ഗുഡ് വില്ലിൻ്റെ ഇക്വേഷൻ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നമുക്ക് ഒരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. പ്രോഫിറ്റ്സ് ഓഫ് ദി ഫേം ഫോർ ദ ലാസ്റ്റ് 5 years വെയർ 2010 35,000 ആണ് അവർ നേടിയ പ്രോഫിറ്റ്. 2011 45,000 ആണ്. 2012 32,000 ആണ്. 2013 28,000 ആണ്. 2014 20,000 ആണ്. The capital employed in the firm is rupees 2,50,000. A fair return on the capital having regard to the risk involved is 10%. അതായത് നമ്മളുടെ ക്വസ്റ്റിനകത്ത് എല്ലാം തന്നിട്ടുണ്ട്. നോക്കിയേ, നമുക്ക് ഒരു കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ആവറേജ് പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കണം. അടുത്തത് ദി ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻ ദ ഫേം ഈസ് rupees 2,50,000. അതായത് ബിസിനസ്സിലേക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്ത രൂപ എന്ന് പറയുന്നത് 2,50,000 രൂപയാണ്. ഓക്കെ, എ ഫെയർ റിട്ടേൺ ഓൺ ദി ക്യാപിറ്റൽ ഹാവിംഗ് റിഗാർഡ് ടു ദി റിസ്ക് ഇൻവോൾവ്ഡ് ഈസ് 10%. അവിടെ അതാണ് നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 10% ആണ്. ക്യാപിറ്റൽ എംപ്ലോയിഡും നോർമൽ റേറ്റും ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റായി, നോർമൽ പ്രോഫിറ്റായി. ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാം. ഇത് മൂന്നും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? സൂപ്പർ പ്രോഫിറ്റും കിട്ടിയ സ്ഥിതിക്ക് ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓക്കെ, ഗുഡ് വില്ല് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇക്വേഷൻ നന്നായി പഠിക്കുക. അതിനുശേഷം ക്വസ്റ്റ്യൻ നന്നായി വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം ആദ്യം ഈ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് ഒന്നുകൂടി പറയാം. കഴിഞ്ഞ 5 വർഷങ്ങളിലെ പ്രോഫിറ്റാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. കൂടാതെ അവർ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 2,50,000 ആണ്. നോർമൽ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 10% ആണ് അല്ലേ? അപ്പം ഇത്രയും തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസ്. അതായത് ഇത്രയും തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഉപയോഗിച്ച് നമുക്കൊരു ഗുഡ് വിൽ വാല്യൂ ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഗുഡ് വിൽ വാല്യൂ ചെയ്യുന്നതിൻ്റെ കാര്യം 3 years പർച്ചേസ് ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ഇല്ലേ, അവിടെ നമുക്ക് തന്നിട്ടുണ്ട് അത് എത്രയാണ്? 3 years പർച്ചേസ് ആണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പ്രോബ്ലം സൊല്യൂഷൻ നടത്താൻ പോവുകയാണ്. ഗുഡ് വിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എഴുതേണ്ടത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ആവറേജ് പ്രോഫിറ്റ്. ഞാനിവിടെ എഴുതാൻ പോവാണ്. ആവറേജ് പ്രോഫിറ്റ് ആണ് നമുക്കിത് കണ്ടുപിടിക്കേണ്ടത്. ഇക്വേഷൻ നോക്കിയേ. ടോട്ടൽ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത് ആവറേജ് പ്രോഫിറ്റ് 5 വർഷങ്ങളിലേ ഇല്ലേ, ആ 5 വർഷത്തെ ആവറേജ് പ്രോഫിറ്റ് ഇവിടോട്ട് നമ്മൾ എഴുതുക. നമുക്ക് എഴുതാം. 2010 എത്രയായിരുന്നു? 35,000. എന്താ കേട്ടില്ല, അപ്പം ഇങ്ങോട്ട് എഴുതാം.
5000 അധികം അടുത്ത വർഷം എത്രയായിരുന്നു 45,000. ഓക്കെ, 45,000 പ്ലസ് അടുത്തത് 32,000. ഓക്കെ, 32,000 അധികം 28,000. ഓക്കെ, നാലാമത്തെ വർഷത്തെ പ്രോഫിറ്റ് എഴുതി. ഇനി അഞ്ചാമത്തെ വർഷത്തെ പ്രോഫിറ്റ് നോക്കാം. 20,000 ആണ്. ഓക്കെ, ടോട്ടൽ പ്രോഫിറ്റ് നമ്മൾ കാണണം. നമ്മൾ 5 വർഷത്തെ പ്രോഫിറ്റ് ഇവിടെ എഴുതി. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? നമ്പർ ഓഫ് ഇയേഴ്സ്. 1, 2, 3, 4, 5 വർഷത്തെ പ്രോഫിറ്റാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് 35,000 അധികം 45,000 അധികം 32,000 അധികം 28,000 അധികം 20,000 എത്ര കിട്ടും? 1,60,000. ഓക്കെ, അപ്പം ഞാൻ എഴുതാൻ പോവാണ്ട് 1,60,000 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? നമുക്ക് കിട്ടുന്ന ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? 32,000 ആണ്. ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? 32,000. 1,60,000 ഡിവൈഡഡ് ബൈ 5 നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 32,000. അതാണ് നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ്. ഓക്കെ, ഇനി നമ്മൾ എന്താ കണ്ടുപിടിക്കാൻ പോകേണ്ടത്? നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ഇക്വേഷനിലോട്ട് പോയേ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഡിവൈഡഡ് ബൈ 100 ആണ്. നമ്മുടെ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട് ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണെന്ന്. എത്രയായിരുന്നു നോക്കിയേ? 2,50,000 ആണല്ലേ? 2,50,000 ആണ്. ഓക്കെ, അതാ ഞാനിവിടെ എഴുതുകയാണ്. 2,50,000. ഓക്കെ, ഇൻറ്റു നോർമൽ റേറ്റ് നമ്മുടെ ക്വസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അതാണ്ട് എ ഫെയർ റിട്ടേൺ ഓൺ ദി ക്യാപിറ്റൽ ഹാവിങ് റിഗാർഡ് ടു ദി റിസ്ക് ഇൻവോൾവ്ഡ് ഈസ് 10%. അതാണ് നോർമൽ റേറ്റ്. അത് ഞാൻ മെയിൻലി ഡിവൈഡഡ് ബൈ 100. അപ്പോൾ എത്ര വരും? 2,50,000 ഇൻറ്റു 10 ബൈ 100 25,000. ഓക്കെ ഓക്കെ, അപ്പം ആവറേജ് പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും എങ്ങനെ കണ്ടുപിടിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി വളരെ സിമ്പിളാണ് എന്ത് കണ്ടുപിടിക്കാൻ? സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കാൻ. നമുക്ക് നോക്കാം എങ്ങനെ സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ്. നമുക്ക് അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. നോക്കിയേ, ഇനി അടുത്തതാണ് സൂപ്പർ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് എത്രയാണ്? നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചാൽ എത്രയാണ് നമ്മുടെ ആവറേജ് പ്രോഫിറ്റ്? 32,000 മൈനസ് നമ്മുടെ നോർമൽ പ്രോഫിറ്റ് എത്രയാ? 25,000. ഓക്കെ, അപ്പം നമ്മളത് കുറച്ച് ഇങ്ങോട്ട് എഴുതുകയാണ്. 32,000 നിന്നും 25,000 നമ്മൾ ഡിഡക്റ്റ് ചെയ്തു. ഡിഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? എത്രയാണ് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുന്നത്? 7,000. 7,000 റുപ്പീസാണ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോൾ എത്രയാണ് വന്നേ? 7,000. ഓക്കെ, ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. എന്ത്? ഗുഡ് വിൽ വാല്യൂ ചെയ്യണം. അപ്പം ഗുഡ് വിൽ വാല്യൂ ചെയ്യണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ആണ്. നമുക്ക് നോക്കാം. അതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ ക്വസ്റ്റിനകത്ത് തന്നെ എല്ലാം ഉണ്ട്. നമ്മൾ കണ്ടുപിടിച്ചതും ക്വസ്റ്റിനകത്തും എല്ലാം ഉണ്ടല്ല. ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു എന്താണ്? നമ്പർ ഓഫ്
years purchase. Number of years purchase. സൂപ്പർ പ്രോഫിറ്റ് ഇതാ ഇവിടെ കിടക്കുന്നു. നമ്മൾ കണ്ടുപിടിച്ചത് എത്രയാണ്? 7000 ഇൻറ്റു ഈ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കണം. നോക്കിയേ, 3 years പർച്ചേസ് എന്നാണ് കിടക്കുന്നത്. 3 years പർച്ചേസ് ഇതാ. അപ്പോൾ ആ 3 കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ എത്ര കിട്ടും? 21,000. മനസ്സിലായോ? ഇപ്പോൾ ഗുഡ് വിൽ എങ്ങനെയാണ് വാല്യൂ ചെയ്യുന്നത് മനസ്സിലായോ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യൂ ചെയ്യേണ്ടത്? നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ആദ്യം സൂപ്പർ പ്രോഫിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണോ, ആ മെത്തേഡ് കൊണ്ടുവരാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. സൂപ്പർ പ്രോഫിറ്റ് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിലാണ് ഗുഡ് വില്ല് കാണണമെങ്കിൽ എങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനങ്ങൾ ആയിരിക്കണം? ഒരേ രീതിയിലുള്ള ബിസിനസ് നടത്തിക്കൊണ്ട് പോകുന്ന ചില സ്ഥാപനങ്ങൾ മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ എക്സസ് പ്രോഫിറ്റിനെയാണ് നമ്മൾ ഏത് പേരിൽ അറിയപ്പെടുന്നത്? സൂപ്പർ പ്രോഫിറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അത്തരത്തിലുള്ള ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ല് വാല്യൂ ചെയ്യുന്നത്. ഓക്കെ, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട അവസരം ഉണ്ടാകുന്നത്. അപ്പം സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് ഡയറക്റ്റ് അങ്ങ് ഗുഡ് വിൽ വാല്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യണം? ആദ്യം ആവറേജ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നോർമൽ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. പിന്നെ നമ്മളോ സൂപ്പർ പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. ആ സൂപ്പർ പ്രോഫിറ്റും കൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ? ഗുഡ് വിൽ വാല്യൂ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഓക്കെ, ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇത്രയും നന്നായിട്ട് നിങ്ങളൊന്ന് മനസ്സിരുത്തി ആ ഇക്വേഷൻസ് പഠിക്കുക. കൂടാതെ പ്രോബ്ലം നന്നായി വർക്കൗട്ട് ചെയ്യുക. ഇത് എക്സാമിന് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം നന്നായി പഠിക്കാനായിട്ടൊന്ന് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.